വാർത്തകൾ സത്യസന്ധമായിരിക്കണം. വാർത്തകളെക്കുറിച്ചുള്ള അന്വേഷണവും സത്യത്തിന് വേണ്ടിയുള്ളതാകണം. അല്ലെങ്കിൽ സത്യം ചെരിപ്പണിയുമ്പോഴേക്കും നുണ അതിൻ്റെ കാര്യം നടത്തിയിട്ടുണ്ടാകും. തൃശൂർ ജില്ലയിലെ കാതിക്കുടം എന്ന കൊച്ചു ഗ്രാമത്തിൽ 35 വർഷമായി നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന NGL കമ്പനിക്കെതിരെ നടക്കുന്ന പരിസ്ഥിതി സമരത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. പൂർണ്ണമായും നിയമാനുസൃതമായി പ്രവർത്തിക്കുന്ന NGL കമ്പനിയെ ബോധപൂർവം തകർക്കാനാണോ ഈ സമരം? അതോ മറ്റ് കച്ചവട താൽപ്പര്യങ്ങളാണോ ഈ സമരത്തിനു പിന്നിൽ? ഈ സംശയത്തിന് ബലമേകുന്ന സംഭവങ്ങളാണ് 2013 മെയ് മാസം 29-ാം തീയതിയും 30-ാം തീയതിയും ചാലക്കുടി പുഴയിൽ കണ്ടത്. NGL കമ്പനി ഉപയോഗത്തിന് ശേഷം പുറത്തേക്ക് വിടുന്ന സംസ്കരിച്ച വെള്ളം പോകുന്ന പൈപ്പ് ലൈനിൻ്റെ അഗ്രഭാഗത്തു നിന്നും 4 കിലോമീറ്ററും 7 കിലോമീറ്ററും അകലെ സംഭവിച്ച മത്സ്യക്കുരുതി എന്തിനാണ് NGLന്റെ തലയിൽ കെട്ടിവയ്ക്കുന്നത്? ഫിഷറീസ് വകുപ്പും മറ്റു സർക്കാർ ഏജൻസികളും നടത്തിയ വെള്ളത്തിന്റെ സാമ്പിളുകളുടെ പരിശോധനാ റിപ്പോർട്ടിൽ അമോണിയയുടെയും നൈട്രേറ്റിന്റെയും മാരകമായ അളവിലുള്ള സാന്നിധ്യമാണ് മത്സ്യക്കുരുതിക്ക് കാരണമെന്ന് കണ്ടെത്തിയിരുന്നു. നൈട്രേറ്റും അമോണിയയും NGL ഉൽപ്പാദിപ്പിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നില്ല. ചാലക്കുടി MLA ശ്രീ BD ദേവസി നിയമസഭയിൽ ഉന്നയിച്ച സബ്മിഷന് മേൽപ്പറഞ്ഞ ഘടകങ്ങളാണ് മത്സ്യക്കുരുതിക്ക് കാരണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടിയിൽ പറഞ്ഞു. പടക്ക നിർമ്മാണത്തിനും വെടിമരുന്നിനും ഉപയോഗിക്കുന്ന നൈട്രേറ്റ് പോലുള്ള വസ്തുക്കൾ ഈ പ്രദേശങ്ങളിൽ ഇത്രയധികം കൈവശം വച്ചിരിക്കുന്നവർ ആരാണ്? ഇന്ന് പുഴയിൽ കണ്ടത് നാളെ കരയിൽ കാണുമ്പോൾ NGLനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നോർക്കണം. ഈ സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി സത്യത്തെ തിരിച്ചറിഞ്ഞ് ജനമനസ്സുകളിൽ ഉണ്ടായിട്ടുള്ള തെറ്റിദ്ധാരണകൾ മാറ്റണം. പകയും വിദ്വേഷവുമില്ലാത്ത, ഹൃദയത്തിൽ നന്മകൾ മാത്രം സൂക്ഷിക്കുന്ന ഒരു പുതുതലമുറയെ വാർത്തെടുക്കുവാൻ നമുക്കൊന്നിച്ച് അണിചേരാം. കാതിക്കുടം ഗ്രാമത്തിനു വേണ്ടി NGL ജീവനക്കാർ.